മക്കളെ, ഓണപരീക്ഷയൊക്കെ കഴിഞ്ഞു. കുറേ ടെൻഷനും വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചില എക്സാം ഒക്കെ നല്ല രീതിയിൽ എഴുതുകയും ചെയ്തിട്ടുണ്ട് അല്ലേ? ബയോളജി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് മിസ്സിനെ അറിയാം. എന്നാലും നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എന്തുകൊണ്ടാണ് ഇപ്രാവശ്യം ടഫായി പോയത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് അതൊന്ന് നിങ്ങൾ ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ മക്കളെ, നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിൽ എഴുതിയതുപോലെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്നും നമുക്ക് ഇപ്രാവശ്യം SLCയിൽ വരുന്നില്ല. അത് മാത്രമല്ല, ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ചോദ്യങ്ങൾ 1 മാർക്ക് 2 മാർക്കിനൊക്കെ നമ്മൾ പറയുന്ന ഈസി വെയിൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എങ്കിലും അധികം ചോദ്യങ്ങൾ മീഡിയം അല്ലെങ്കിൽ ടഫ് റീജിയനിലാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി. കോൺസെപ്റ്റ് നല്ല വൃത്തിയിൽ പഠിക്കുകയും ചെയ്യണം. കോൺസെപ്റ്റ് ഒന്ന് ട്വിസ്റ്റഡ് ആയിട്ട് ചോദിച്ചാൽ ആൻസർ ചെയ്യാനും നമ്മുടെ ബുദ്ധി പ്രയോഗിക്കേണ്ടതായിട്ടുണ്ട്, അതും എക്സാം ഹാളിൽ. അപ്പം എക്സാം ഹാളിൽ മാത്രം ഇത് നമ്മൾ പ്രയോഗിച്ചാൽ മതിയോ, അതോ അതിനു മുന്നേ നമ്മൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് കോൺസെപ്റ്റ് പഠിച്ച് എങ്ങനെയൊക്കെ ട്വിസ്റ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരും എന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ടോ? അതാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ യെസ്, അതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ കോൺസെപ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആദ്യം മുതലേ പഠിക്കണം. എക്സാമിന് തലേന്ന് മാരത്തോൺ ലൈവുകൾ മാത്രം കണ്ടതുകൊണ്ട് മാത്രം ഇങ്ങനത്തെ പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എഴുതാൻ നമുക്ക് പറ്റത്തില്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം പോയ വീഡിയോന്റെ താഴെ ഞാൻ കുറേ കമന്റ്സ് കുട്ടികളുടെയും അതുപോലെ തന്നെ പാരന്റ്സിന്റെയും കണ്ടു. എന്തിനാണ് കുട്ടികളെ ഇത്രമധികം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ വന്നത് എന്ന്. ശരിയാണ്, നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾ ടീച്ചേഴ്സും ഇത് തന്നെയാണ് ആലോചിക്കുന്നത്. ഇത് തന്നെയാണ് ടെൻഷൻ അടിച്ച കാര്യം. നിങ്ങൾ എത്രത്തോളം ടെൻഷൻ അടിച്ചു അതുപോലെ തന്നെ ഞങ്ങളും അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്, അതിനെപ്പറ്റി ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, എങ്ങനെ നമ്മൾ അതിൽ നിന്നും ഓവർകം ചെയ്ത് വരണം എന്നുള്ളതാണ്. ഇവിടെ ഒരു പോസിറ്റീവ് കാര്യം മിസ് പറഞ്ഞു തരാം. വേറൊന്നുമല്ല, നമ്മൾ അപ്ഡേറ്റ് ആവുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഇനി അങ്ങോട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസും നല്ല രീതിയിൽ എന്ത് ചെയ്യാണ്, ടഫ് ആക്കാൻ പോവാണ്. പണ്ട് കാലത്ത് പരീക്ഷകൾ കാണാപ്പാഠം പഠിച്ച് അതുപോലെ എഴുതി വെച്ചാൽ മതിയായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം ഉണ്ട്, നിങ്ങളുടെ ലോജിക്കൽ തിങ്കിങ്, നിങ്ങളുടെ ക്രിട്ടിക്കൽ തിങ്കിങ്, കോൺസെപ്റ്റ് നോളജ് എങ്ങനെയുണ്ട്, ആപ്ലിക്കേഷൻ ലെവൽ എങ്ങനെയുണ്ട്, ഇതൊക്കെ അനലൈസ് ചെയ്യുന്നതാണ് ഓരോ ചോദ്യം. ബയോളജിയിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടു. നമ്മൾ സാധാരണ പഠിക്കുന്ന ഒരു മോണോഹൈബ്രിഡ് ഡൈബ്രിഡ് ക്രോസ് ഉണ്ടെങ്കിലും അതിൽ 3ാമത് 1 മാർക്കിന്റെ സബ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എങ്ങനെയാണ്, ഒന്ന് ട്വിസ്റ്റഡ് ആയിട്ടാണ്. എന്തുകൊണ്ട് ആ പ്രൊപ്പോർഷൻ വന്നു, എന്തുകൊണ്ട് പ്രൊപ്പോർഷൻ കുറഞ്ഞു എന്നുള്ള രീതിയിൽ. അവിടെയൊക്കെ നിങ്ങൾ അത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യങ്ങൾ തരുന്നത്. അപ്പോൾ എങ്ങനെ നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിച്ച് പഠിക്കണം, അവിടെയാണ് മിസ്സിന്റെ കയ്യിലുള്ള വലിയ ഉത്തരം കിടക്കുന്നത്, നമ്മുടെ അസ്ത്ര ബാച്ച് എന്നുള്ളത്. എനിക്ക് പേഴ്സണലി കുറേ കുട്ടികൾ മെസ്സേജ് അയച്ചു തന്നതാണ്. നമ്മൾ അസ്ത്ര ബാച്ചിൽ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങിയത് കൊണ്ടാണ് മിസ് ഞങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയത്. ഫ്രണ്ട്സ് ഒക്കെ ടഫാന്ന് പറഞ്ഞെങ്കിൽ കൂടെ ഞങ്ങൾക്ക് കുറച്ചുകൂടെ ആൻസർ ചെയ്യാൻ പറ്റി, കുറച്ചുകൂടെ കോൺഫിഡൻസോടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റി എന്നുള്ളത്. അവരൊരേ ഉത്തരം പറഞ്ഞത് അവർ അസ്ത്ര ബാച്ചിലെ മക്കളാണ് എന്നുള്ളതാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ കാര്യത്തിന് പ്രസക്തി വരുന്നത്. നിങ്ങൾക്ക് ഇനിയും നമ്മുടെ അസ്ത്ര ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. നമ്മൾ 3.0 ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ക്ലാസ്സസ് ഒക്കെ എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ഇനി 2 ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ ക്രിസ്മസ് എക്സാമിലേക്ക് 3ാമത്തെ ചാപ്റ്ററും കൂടെ ആഡ് ഓൺ ചെയ്യും. അതിപ്പോൾ ബാക്കി സബ്ജക്റ്റിന്റെ കേസിലാണെങ്കിലും നമുക്കറിയാം ചാപ്റ്ററുകൾ ആഡ് ഓൺ ചെയ്യുകയാണ്. അവിടെയൊക്കെ കുറേ കോൺസെപ്റ്റുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇങ്ങനെ കുറേ കോൺസെപ്റ്റുകൾ വരുമ്പം നേരത്തെ പഠിച്ചത് നല്ല തറോ ആണെങ്കിൽ നമുക്ക് പുതിയ നോളജ് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ഫ്രസ്ട്രേഷനും ഇല്ലാതെ കൂളായിട്ട് തന്നെ കോൺസെപ്റ്റ് പഠിക്കാനും അതിൽ നിന്ന് വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ അത് തഴമ്പിച്ച് വരണം. അപ്പം അതിനുള്ള ഏറ്റവും ബെസ്റ്റ് ഉത്തരമാണ് നമ്മുടെ അസ്ത്ര ബാച്ച്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ കുട്ടികളൊക്കെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യുക. എവിടെയൊക്കെയാണ് നമുക്ക് പിഴവുകൾ വന്നത്, എന്തൊക്കെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, അത് നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ 1000 മടങ്ങ് ഞങ്ങൾ ടീച്ചേഴ്സ് ചിന്തിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനി നിങ്ങൾക്ക് തരും. അതിനനുസരിച്ച് റിവിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഒരു തരത്തിലുള്ള ടെൻഷൻ വേണ്ട. ഇപ്പോഴേ അതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങേണ്ടതായിട്ടുള്ളത് കൊണ്ടാണ് മിസ് സീരീസ് ആയിട്ട് തന്നെ ഇത് പറയുന്നത്. അപ്പം മിസ് പറഞ്ഞതുപോലെ തന്നെ തന്നിട്ടുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് വേഗം തന്നെ നിങ്ങൾ ജോയിൻ ചെയ്തോളാം. ഇപ്പോൾ ഓണം ഓഫറൊക്കെ പ്രമാണിച്ച് 10% ഓഫർ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്താൽ കിട്ടും. അപ്പം നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ സൈലം ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം ഏറ്റവും നന്നായിട്ട് തന്നെ പഠിക്കുക, ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെയുണ്ട്. എത്ര രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ മാറി മറിഞ്ഞ് വന്നാലും നമുക്ക് ഒന്നിച്ച് തന്നെ പ്രിപ്പയർ ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് അപ്ഡേറ്റ് ആയി തന്നെ മുന്നോട്ട് പോകണം. സോ ഓൾ ദി വെരി ബെസ്റ്റ്.